അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നബിയെ രക്ഷിച്ച ചിലന്തിയെ കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയില്ലേ? യമനിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൗർ ഗുഹയിൽ ഒരു ചിലന്തി പാർത്തിരുന്നു. പർവ്വതങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് വന്യമൃഗങ്ങൾ വരാറില്ലായിരുന്നു. ആ മലയിലെ സർവ്വധിക്കാരിണിയായി ജീവിക്കുകയായിരുന്നു ആ ചിലന്തി. തലമുറയായി കൈമാറി ലഭിച്ചതായിരുന്നു ചിലന്തിക്ക് ആ ഗുഹ. മാലാഖ പറഞ്ഞു, മിമാവി ചിലന്തിയുടെ പേരമകൻ മാമോ ചിലന്തിയാണ് മിമാവി ചിലന്തിയുടെ പേരക്കുട്ടി മോമ ചിലന്തിയാണ് ഞാൻ. ഗുഹയ്ക്ക് മുഖത്ത് വരൂ. മാലാഖ ആശ്ചര്യപ്പെട്ടുപോയി. പട്ടുനൂലിനിടയിൽ ചിലന്തി പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞ് ഈ ഗുഹയിൽ പാർക്കാൻ നബി വരും. ദൂതനായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വരുന്നത്. ചിലന്തി ചോദിച്ചു, ആരാണ് ഈ മുഹമ്മദ്? മാലാഖ പറഞ്ഞു, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനാണ്. 3 ദിവസം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉറത്തോഴിക്കും നീ കാവലിരിക്കേണ്ടി വരും. ചിലന്തി ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, വിജനമായ ഈ ഗുഹയിൽ അദ്ദേഹത്തോട് വരാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ശത്രുക്കളിൽ നിന്ന് പലായനം ചെയ്ത് പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അവിശ്വാസികളായ ഗോത്രക്കാർ അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നീ അവർക്ക് സൂചന അറിയിക്കണം. അതിനാൽ ഗുഹയ്ക്ക് മുഖത്ത് നീ നിന്റെ വല കൊണ്ടൊരു വീട് തയ്യാറാക്കണം. പെട്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പെട്ടെന്ന് പ്രവേശിച്ചു ഗുഹയിൽ. ചിലന്തി സ്വാഗതം ചെയ്തുകൊണ്ട് വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ശത്രുക്കൾ മുഖത്ത് വന്നു. അവരുടെ വാളിൻ്റെ വെട്ടിത്തിളക്കം ചിലന്തി കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.